ഫ്ലോയിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു PP ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു 10 മണി തൊട്ട് 11 മണി വരെ ടൈം എടുത്തിട്ടാണ് ഈ ഒരു ഓല PP ഉണ്ടാക്കിയത്. ഇത് നമ്മൾ വേറൊരു മോഡലാണ്. ഇതിപ്പോൾ പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഈ PP അപ്പോൾ ഈ PP ഉണ്ടാക്കുന്നതിനകത്ത് ഏറ്റവും വലിയ കട്ടിയുള്ള പരിപാടിയാണ് ഗൈസ് ഈ ചുറ്റിയെടുക്കുന്നത്. ഒടുക്കത്തെ പണിയാണ് ഗൈസ്. നമ്മൾ പാടുപെട്ടു ഗൈസ്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ടിൻ്റെ ടെസ്റ്റ് ചെയ്യണം. അതാണ് ഭയങ്കര പണി. അത് ഓരോ ഓലയും കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇത്ര അത് ഓരോ ഓലയുടെ 2 എണ്ണം ഉണ്ടാക്കുവാണെങ്കിൽ ശകലൂടെ വലിപ്പം കിട്ടും. നമ്മൾ ഓരോ ഓലയുടെ 1/2 പീസ് കൊണ്ടുണ്ട്. നമ്മളൊന്ന് പൊട്ടിപ്പോയി ഇത് ഒന്നുകൂടെ ഉണ്ടാക്കുന്നത് ഗൈസ്. നമ്മൾ ആദ്യം നമ്മുടെ പിസിലുണ്ടാക്കുന്ന വീഡിയോ ആണ്. നമ്മൾ പറഞ്ഞു തരാം. പിസിൽ ഓൾറെഡി ഇതിലുണ്ട്. ഈ പിസിലുണ്ടാക്കുന്ന ആദ്യം നമ്മുടെ ഓല എടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് എറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് എന്നെ കാണുന്നുണ്ട് ഗൈസ്. ഓക്കെ. എന്നിട്ട് നമ്മളിനി ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിനെ നടുവേ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഓടിക്കണം. എന്നിട്ട് അത് ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ വീര്യം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് കട്ട് ചെയ്തിട്ട് ഇച്ചിരി കട്ടാകും. അപ്പം അതിൻ്റെ ഒരു സൈഡൊക്കെ ഇങ്ങനെ ഇച്ചിരി ചെറുതാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൂർപ്പിക്കണമെങ്കിൽ കൂർപ്പിക്കാം. ഞാൻ കൂർപ്പിക്കുന്നില്ല, കാരണം എൻ്റെ ഇത് കയറുന്നുണ്ട്. അത് ഞാൻ കൂർപ്പിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ ഓല എടുത്തിട്ട് എന്നിട്ട് ഈ ഓല ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോന്നെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഓല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് ചുറ്റാൻ തുടങ്ങണം. നമ്മളിവിടെ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റണം. ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇങ്ങനെ ചുറ്റണം. കാണാൻ പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല, വെട്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇങ്ങനെ ചുറ്റാം. ഞാൻ തിരിഞ്ഞിരിക്കാം. വെട്ടം അവിടെ നിന്ന് അടിക്കുകയാണ്. നമ്മൾ തിരിഞ്ഞിരിക്കാം. ഗൈസ് ഇപ്പം എന്നെ കാണുന്നുണ്ടാവും ക്ലിയർ ആയിട്ട്. ഓക്കെ. നമ്മുടെ ഓലയും സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുകയാണ്. സെറ്റ് ചെയ്യുന്ന ഇവിടെ കാണുന്നത് ഇത് പൂജാമുറിയാണ് ഗൈസ്. ഇത് പൂജാമുറിയാണ്. അത് പൂജാമുറിയാണ്. ഗൈസ് ഓക്കെ. നമ്മളപ്പോൾ ഇങ്ങനെ ചുറ്റിയത് ഇത്ര എത്തിയിട്ടുണ്ട്. ചുറ്റി നമ്മളത് ഇത്ര എത്തിയിട്ടുണ്ട്. ശകല എത്തിയിട്ടുണ്ട്. ശകലമായിട്ടുണ്ട്. ഇത് ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് ശകലമൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ആണ് നമ്മുടെ സൗണ്ട്. ഈ ഒരു സൗണ്ടാണ് ഇപ്പോൾ. പക്ഷേ നമ്മളിത് ഒത്തിരി ചുറ്റുമ്പോൾ നല്ല സൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ചുറ്റി നല്ലപോലെ കട്ടിക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കണം. പക്ഷെ നേരെ വേണമെങ്കിൽ നമുക്കിത് വായി വെച്ചോ, അല്ലെങ്കിൽ വായി വെക്കേണ്ട ആവശ്യമില്ല. കുഴിയൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് നേരെ കിട്ടാനായിട്ട് ഇങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ വായി അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളിത് കറക്റ്റ് നോക്കി വേണം ചുറ്റാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പണി മൊത്തം തീരും ഗൈസ്. അപ്പോൾ നമ്മൾ ഓരോ ഓല ഇങ്ങനെ ചുറ്റി തീരുന്നിട്ട് ഈ ഒരു അറ്റത്തിൻ്റെ ഒരു ശകലം ഇത്ര എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്ര എത്തുമ്പോൾ നമ്മൾ വേറെ ഓല ഇതിങ്ങനെ വെക്കണം. വേറൊരു ഓല അതേ ഗൈസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചുറ്റണം. നേരെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റണം. അങ്ങോട്ട് ചുറ്റി വിടണം. എന്നിട്ട് പിന്നെ തീരുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ചുറ്റിയിട്ട് അവസാനം ശകലം നീളം ഇതാക്കിയിട്ട് നമ്മൾ ശകലം റിലീസ് ചെയ്ത് വിടണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഒരു കൂടുതൽ ചുറ്റി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ചുറ്റണം, അല്ലെങ്കിൽ അത് പോകും ഗൈസ്. നല്ല ടൈറ്റിൽ ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത ഓല വെക്കാൻ പോകുന്നത് ഇങ്ങനെ അടുത്ത ഓല വെക്കാം. കണ്ടോ, ഇങ്ങനെ അടുത്ത ഓല വേറൊരു ഓല ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഇങ്ങനെ അങ്ങോട്ട് ചുറ്റി കിട്ടണം. അപ്പം എത്രത്തോളം ചുറ്റുന്നുണ്ടോ അത്രത്തോളം ഇതിൻ്റെ ഈ ഒരു ടൈറ്റും പിന്നെ ടൈറ്റ് ആവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു വൈബ്രേഷനും കൂടും. പിന്നെ സൗണ്ടും ചേഞ്ച് ആവും. അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന വായുവിടെ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൗണ്ടും മാറും ഗൈസ്. ഈ ഒരു ഹോളിൽ കൂടെ കയറി അത് പുറത്തോട്ട് വരുന്നതിൻ്റെ അത്ര നേരം ഒരെണ്ണത്തിനകത്ത് തന്നെ കുറേ നേരം നിൽക്കും. അത് ചൂടായിട്ട് ആ വായുവിക്ക് നമ്മൾ ആ വായുവിൽ നിന്ന് വരുന്ന
പിന്നെ സൗണ്ട് ചൂടായിട്ട് അതിൻ്റെ ബാസും പിന്നെ അതിൻ്റെ ഒരു വരുന്ന ഒരു പവറും പിന്നെ അതിൻ്റെ ഒച്ചയും കൂടും. അപ്പം നമുക്ക് ഏറ്റവും ഒത്തിരി ഒച്ചയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നമ്മൾ ഇപ്പോൾ രണ്ടെണ്ണം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത ഓല വെച്ചിട്ടാണ്. 4 ഓലയുണ്ട് ഗൈസ്. അപ്പോൾ 4 ഓല ഇങ്ങനെ വെച്ച് ചുറ്റുമാണ് ഗൈസ്. ഒന്ന് തിരിഞ്ഞു പോയി ഗൈസ്. ഒരു ചെറിയ പീസ് വേണം ആദ്യം ഇവിടെ വെക്കാൻ. നമ്മുടെ അച്ഛൻ പുറകിൽ ഇരിപ്പണാണ്. ഞാൻ പുറയിലോട്ട് നോക്കിയത് അല്ല, അച്ഛൻ പുറകിൽ ഇരിക്കുന്നത്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ നൊസ്റ്റാൾജിയൻ വീഡിയോ ഇടാവുമെന്ന്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ഓലപ്പീപ്പിയുടെ ഇത് കൊണ്ടുവന്നത്. നെക്സ്റ്റ് നിങ്ങൾ ഇതിന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത നൊസ്റ്റാൾജിങ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കൊണ്ടുവന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും പക്ഷേ എന്താണ് ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഇതേപോലെ തന്നെ ഒരു നൊസ്റ്റാൾജിയൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ വേണമെങ്കിൽ അപ്പം ഞാൻ എന്തായാലും ഇത് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളതിൻ്റെ നിങ്ങൾ അതിനു വേണ്ടി ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് വേണ്ട സാധനം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗൈസ് എല്ലാം പൊളിഞ്ഞു പോയി ഗൈസ് ഒന്ന് പോയി ഗൈസ്. നമ്മൾ പറഞ്ഞ ഇതാണ് നമ്മുടെ കുഴപ്പം. വേറെ ഇത് ചുരുട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാറിനാണ് എൻ്റെ ഇത് പോയത്. നമ്മളിനി തൊട്ട് ഒന്നുകൂടെ ചുറ്റണം. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ ഇത് നമ്മൾ ഇത്രയും നേരം ചുറ്റിയതെല്ലാം പോകും ഗൈസ്. ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് ചുറ്റിയ നമ്മുടെ ഈ ഒരു മൊത്തം കഷ്ടപ്പാടും പോകും ഗൈസ്. ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പഠിക്കുക. നമ്മളെ ക്യാമറയ്ക്ക് ഇച്ചിരി ബ്ലറിങ് ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണാത്തത്. പിന്നെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഗൈസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ചെറുതായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെയും കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ എൻ്റെ ഫേസിലോട്ട് നോക്കിയാണ് എൻ്റെ കണ്ണ് അങ്ങനെ ഇപ്പോൾ കറക്റ്റായിരുന്നു. ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെ ആയിരുന്നു. നമ്മുടെ ഈ ഒരു ക്യാമറയുടെ നേരെ നോക്കിയാൽ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ ഓലയുടെ ഒരു സൈഡ്, അടുത്ത സൈഡ് നമ്മൾ ഓരോ ഓല തീർന്നിട്ടുണ്ട്. അടുത്ത ഓല വെക്കുകയാണ്. പണ്ട് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ കുമ്പിള് പൂവരശിൻ്റെ ഇല എടുത്തിട്ട് അത് കുമ്പിള് കുത്തിയിട്ട് അതിൻ്റെ ഒരു കൂർത്ത ഭാഗം ഇച്ചിരി വീർപ്പിച്ചിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് ഓരോ ഇങ്ങനെ കുമ്പിള് കുത്തി വെച്ചിട്ടാണ് പണ്ട്. ഇപ്പം നമ്മുടെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പം നമ്മൾ അതിനും മുമ്പാണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ അത് വന്ന് കഴിയുമ്പോഴായിരുന്നെന്ന് തോന്നുന്നു ഇത്രയും ഓലയും കൊണ്ട് പീപ്പി ഉണ്ടാക്കാൻ തുടങ്ങിയത്. ശരിക്കും ഓല ഊത്തുന്നല്ല പറയുന്നത്, ഓല പീപ്പി എന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. എന്നാലും അതിലൊരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്നു ഗൈസ്. ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരത്തെ വന്ന് പോയതുപോലെ അത് തെറിച്ചങ്ങ് പോകും. ഒരു 2 ഓലയും കൂടെ ചുറ്റാണ്. 2 അല്ല, ഓരോ ഓലയും നമ്മൾ ആ രണ്ടെണ്ണത്തെ ഒരെണ്ണം നമ്മളിപ്പോൾ എടുത്ത് ഈ ഓരോ ഓലയും കൂടെ ചുറ്റാണ്. ചുറ്റുംതോറും അനുസരിച്ച് ഇത് നമ്മളൊരു 18 ഓല വെച്ചിട്ടാണ് ഇത്രയും വലിയ സൈസെങ്കിലും കിട്ടിയത് ഗൈസ്. ഇതിലും വലിയ സൈസൊക്കെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഇച്ചിരി കഷ്ടപ്പാട് വരുമെന്നേ ഉള്ളൂ ഗൈസ്. നമ്മുടെ കൈവരൽ ഇച്ചിരി ഒടിയെന്നേ ഉള്ളൂ. കാരണം അത്രയും നേരം നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും ഗൈസ്. എങ്ങാനും പോയി കഴിഞ്ഞാൽ പാളി ഗൈസ്. പിന്നെ ആദ്യം മുതൽ ചുറ്റേണ്ടി വരും. നമ്മൾ കൺട്രോൾ ചെയ്ത് ചുറ്റുക, അല്ലെങ്കിൽ എല്ലാം പോകും. നേരത്തെ ഇപ്പം ഞാൻ ചുറ്റിയത് പോയതുപോലെ. നമുക്ക് ഇത്രയും വലുതൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് ചെറിയത് വേണമെങ്കിൽ കുറച്ച് നേരത്തെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന വേണമെങ്കിൽ നിങ്ങൾ ഓരോ ഓലയും കൊണ്ടൊക്കെ ഉണ്ടാക്കാം. നമ്മൾക്ക് ഞാൻ ഇച്ചിരി വലിയ ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി. ഇനി നമുക്ക് വാഴപ്പോളയുടെ ഇത് വെച്ചിട്ട് കെട്ടുക, അല്ലെങ്കിൽ
സേഫ്റ്റി പിന്നും എല്ലാം കുത്തുക, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഈ കമ്പം കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ഞാൻ ഇതിനകത്ത് പിന്നെ യൂസ് ചെയ്തത് അവിടെ മമ്മിയുടെ പിന്നെ ഓഫീസിൽ മറ്റേ ഇത് കുത്തുന്ന പിന്നാണ്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഉണ്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഴപ്പോളയോ അല്ലെങ്കിൽ ഇതിൻ്റെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഇതേപോലെ ഈർക്കിലിയോ അതൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ മറ്റേ തണ്ടില്ലേ, ഇതിൻ്റെ ഒരു നടുക്കുള്ള എന്താ പറയുക ആ ഈർക്കിലി, ആ ഒരു ഈർക്കിലി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ അപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഞാൻ പക്ഷേ ഇപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. പി നല്ലപോലെ ഇറക്കി വെച്ചാൽ ആ സൗണ്ട് എയർ പോട്ടുന്നു. നല്ല സൗണ്ട് ഉണ്ട്. ഇതിന് ഇച്ചിരി കൂടെ എയർ കൂടുതൽ കൊടുത്താലും സൗണ്ട് കേൾക്കുന്നത്. നല്ല സൗണ്ട് ഉണ്ട്. നമ്മൾ പണ്ട് നമ്മുടെ അമ്പേപ്പറമ്പിൽ കിട്ടുന്ന ബീപ്പിയുടെ സൗണ്ട്, ഇതിനാണെങ്കിൽ ഒരു ഊത്തിൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ വേറെ ഒത്തിരി വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് ബോക്സിലല്ല പോട്ടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.